തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടറുടെ മർദ്ദനം. സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു. കുന്നംകുളത്ത് മദ്യപിച്ച് ചീട്ടുകളിക്കുന്നതിനിടെ ഒരാൾ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഒറീസ സ്വദേശി ധരംബീർ സിംഗ് ആണ് അറസ്റ്റിലായത്. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടറുടെ മർദ്ദനം. പേരാമംഗലം ശ്രീ ദുർഗ വിലാസം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് കണ്ടക്ടർ മർദ്ദിച്ചത്. സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:45 സംഭവം. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ജയ്ഗുരു ബസിന്റെ കണ്ടക്ടറാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥി സ്കൂൾ വിട്ട ശേഷം പേരാമംഗലം സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറുന്നതിനിടെ ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതാണ് പ്രകോപനത്തിന് കാരണമായി പറയുന്നത്. ബാഗ് കണ്ടക്ടറുടെ ദേഹത്ത് തട്ടിയതോടെ കണ്ടക്ടർ കുട്ടിയുടെ കഴുത്തിൽ കൈകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനശേഷം കുട്ടിയെ ബസ്സിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. കഴുത്തിലും ചെവിയുടെ ഭാഗത്തും പരിക്കേറ്റ വിദ്യാർത്ഥി ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പേരാമംഗലം പോലീസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടക്ടറെ പേരറിയാത്തതിനാൽ കണ്ടാലറിയാവുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കുട്ടി കണ്ടക്ടറെ തിരിച്ചറിയുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും. കുന്നംകുളത്ത് മദ്യപിച്ച് ചീട്ടുകളിക്കുന്നതിനിടെ ഒരാൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഒറീസ സ്വദേശി ധരംബീർ സിംഗ് ആണ് അറസ്റ്റിലായത്. സംസ്ഥാനം വിടാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ഒഡീഷ സ്വദേശി പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് ഇന്നലെ രാത്രി 9:30 അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിൽ ചീട്ടുകളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർ കുപ്പി പൊട്ടിച്ച് ധനശ്യാം നായിക്കിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. നെഞ്ചിലും വയറിന്റെ വലതുവശത്തും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുമ്പാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത്. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെയാണ് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത്. മാള കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. സെപ്റ്റംബർ 9 രാത്രി പ്രതി ആദിത്യ അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവത്തിനു ശേഷം മാള പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രതിയെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കു ശേഷം പ്രതിയെ പുത്തഞ്ചിറയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കഴുത്തിൽ മാല മുറുകി ശ്വാസം മുട്ടിയപ്പോൾ ജീവൻ രക്ഷയ്ക്കായി ടീച്ചർ മാലയിൽ പിടിച്ചു വലിച്ചതിനാൽ താലിയും മാലയുടെ ചെറിയ ഭാഗവും ടീച്ചർക്ക് തിരികെ ലഭിച്ചിരുന്നു. പൊട്ടിയ 5 പവനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആദിത്യ കടന്നുകളഞ്ഞത്. 27-ാം തീയതി പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണമാല ഉരുക്കി സ്വർണ്ണക്കട്ടയായി മാറ്റിയത് പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിംഗിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചതറിഞ്ഞ പ്രതി നാട്ടിൽ മറ്റൊരു കള്ളനുണ്ടെന്ന് വരുത്തി തീർക്കാൻ തുടർ ദിവസങ്ങളിൽ രാത്രി സമയത്ത് ആരോ ഒരാൾ പ്രതിയുടെ വീട്ടിൽ പാചകവാതകം തുറന്നിട്ട് വീടിന് തീ പിടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റൊരു ദിവസം ആദിത്യനെ അജ്ഞാതനായ ഒരാൾ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നും മറ്റും കള്ളക്കഥ പ്രചരിപ്പിച്ച് പോലീസിനെ ചുറ്റിക്കാനും ശ്രമം നടത്തി. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി കെ ടി, വിനോദ് കുമാർ, സുധാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ് പി ഡി, വി ജി സനേഷ്, ശ്യാംകുമാർ, ജമേഴ്സൺ സി ജെ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ, സിജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, മാള.
വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിൽ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും ഇത് ചോദ്യം ചെയ്ത കടയുടമയെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വധശ്രമ കേസുകളിൽ പ്രതികളായ 3 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമലേശ്വരം ആശാൻപറമ്പ് പുളിക്കലകത്തു വീട്ടിൽ അസറുദ്ദീൻ, എടവിലങ്ങ് പേരകത്തു വീട്ടിൽ മിഹാസ്, എറിയാട് കൊല്ലത്തു വീട്ടിൽ ഫർസാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയുടമ മുരളീധരന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വെളുത്തപുരയ്ക്കൽ 75 വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാക്കത്തിരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയാണ് പള്ളിവളവിൽ വെച്ച് എതിരെ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എടതിരുത്തി സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ജനയുഗം സഹപാഠി അറിവുത്സവം മാള ഉപജില്ലാതല മത്സരം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ പ്രിയപ്പെട്ട സുജിത്ലാല്, അതേപോലെ തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ വളരെ സുരക്ഷിതനായ നമ്മുടെ പ്രസന്ന മാഷ്, വന്ന നമുക്ക് സ്വാഗതം പറഞ്ഞ ചിത്ര ടീച്ചർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, പേരൻസ്, ഈ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായ അഭിലാഷ് അടക്കമുള്ളവരെ പറയാൻ ജനയുഗം സഹപാഠി അറിവുത്സവം നമ്മുടെ കൊച്ചുമക്കൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് ഓരോ സംഘടനകളും ഇറങ്ങി വന്നുകൊണ്ട് പറയാൻ എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും അറിവ് നമ്മൾക്ക് കൂടി വരുന്നതല്ല, അത് കുറയില്ല. എത്രയൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുവോ ആ പത്രവായന നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പങ്കായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സംഘാടക സമിതി ട്രഷറർ KB സുജിത്ലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപിക ചിത്ര സംസാരിച്ചു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂൾ തല വിജയികളായ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. എറണാകുളം ലിസി ഹോസ്പിറ്റലിന്റെയും മേലടൂർ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ദീപം വയോജന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ഓൺകോളജി, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്, ENT, ഗ്യാസ്ട്രോ മെഡിസിൻ, ഗ്യാസ്ട്രോ സർജറി എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ സേവനം നൽകി. ട്രസ്റ്റ് ചെയർമാൻ ജേക്കബ് ചക്കാലക്കൽ, സെക്രട്ടറി P പ്രശാന്ത്, PD ജോസ്, EC ബാബു, ED സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്നാൽ സന്തോഷകരമാണ്. എന്താ ഞാനങ്ങനെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ചികിത്സയും ആസ്പത്രിയും വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറയുന്നത്. ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മേലടൂർ കീഴൂർ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയിലെയും അതോടൊപ്പം തന്നെ നമ്മുടെ ദീപം വയോജന സമിതിയിലെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ മാടവന പടിഞ്ഞാറെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചു. മഹല്ല് വൈസ് പ്രസിഡന്റ് ഹസൻ തണ്ടാനപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PK അബ്ദുൾ ജബാർ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ഫസൽ സലഫി, മഹല്ല് ട്രഷറർ KB മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറിമാരായ KA അബ്ദുൾ കരീം, PS ഷഫീർ, സദർ സമീർ, ഉസ്താദ്,
മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ ഷമീർ ടി.എ, PM ഷഫീഖ്, സിയാദ് NK, അബ്ദുൾ സലാം PA തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ലോക പാലിയേറ്റീവ് ദിനാചരണം കാരുണ്യ സംഗമമായി സംഘടിപ്പിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഴിക്കോട് പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന സംഗമത്തിൽ സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. EB രമേശൻ, CS തിലകൻ, PA കരുണാകരൻ, PK അബ്ദുൾ റഹീം, അലർട്ട് പ്രസിഡന്റ് PH അബ്ദുൾ റഹീം, സെക്രട്ടറി CA റഷീദ്, കരീം വേണാട്ട് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ഡോക്ടർ NS അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സാബിക് ബഷീർ, മുഹമ്മദ് ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് BMS കൊടകര മേഖല പഞ്ചായത്ത് പദയാത്ര നടത്തി. മറ്റത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ BMS ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. BMS കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് വട്ടേക്കാട് ജാഥ ക്യാപ്റ്റനായും ജാഥ മാനേജർ ND ബിബിൻ എന്നിവർ നയിക്കുന്ന പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കൊടകര ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗമായ TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. DYFI കൊടകര കൊപ്രക്കളം കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി സംഘടിപ്പിച്ചു. കായിക പരിപാടികൾ വാർഡ് മെമ്പർ TK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അശ്വിൻ MT അധ്യക്ഷനായിരുന്നു. DYFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അഭിഷേക്, EMS ബ്രാഞ്ച് സെക്രട്ടറി ശബരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ബസ് കണ്ടക്ടറുടെ മർദ്ദനം. സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു. കുന്നംകുളത്ത് മദ്യപിച്ച് ചീട്ടുകളിക്കുന്നതിനിടെ ഒരാൾ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഒറീസ സ്വദേശി ധരംബീർ സിംഗ് ആണ് അറസ്റ്റിലായത്. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.